ഹലോ. അങ്ങനെ വർഷാവസാനമായല്ലേ. അങ്ങനെ കർക്കിടകം ഒന്നായി. ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തെ ആദ്യത്തെ 1-ാം തീയതിയാണ്. എന്താ ഞാൻ ഈ പറയണല്ലേ. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചു കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. രാവിലെ നേരം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അന്നേരം നമ്മൾ നേരെ വന്ന് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരക്കുള്ള ദിവസം എന്ന് പറയാൻ കാരണം 2-3 കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ കാരണം ഏട്ടന് ലോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ പണിപ്പുര കയറിയില്ലെങ്കിൽ ഏട്ടന് നാളെ പണിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓക്കെ. രണ്ടാമത്തെ തിരക്കെന്ന് വെച്ചാൽ ഇന്ന് 1-ാം തീയതിയാണ്, നമുക്ക് അമ്പലത്തിൽ പോകണം. മൂന്നാമത്തെ തിരക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണിയപ്പം കൊണ്ട് പോകണമല്ലോ. അത് നമ്മുടെ മെയിൻ പരിപാടി ആയിപ്പോയില്ലേ. നിർത്താൻ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് അങ്ങനെ പച്ചക്കറി റെഡിയായി. പിന്നെ നമ്മൾ ചോറ് വെച്ചായിരുന്നു. പിന്നെ എന്തായിരുന്നു, അമരയ്ക്ക തോരനുണ്ടായിരുന്നു. കാപ്പി ഇട്ടു. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ട് ഞാൻ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ, കോവയ്ക്ക ഫ്രൈ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ കോവയ്ക്ക ഫ്രൈ. അങ്ങനെ അതെല്ലാം നേരം വെളുത്തപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ പരിപാടികളും രണ്ടടുപ്പ് ഞാൻ കത്തിച്ച്. പിന്നെ മെയിനായിട്ട് വിറകും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. എന്നാലും നമ്മൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ അമ്മ തലേന്ന് കുറച്ച് വിറകൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നനഞ്ഞ വിറവാണേ. അന്നേരം ഇത് നമ്മൾ പറക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ള സാധാരണ വീടുകളിൽ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത്. കാരണം മഴ സമയമാകുമ്പോഴത്തേന് വിറവിന് ക്ഷാമം വരും. അങ്ങനെ തന്നെ നമ്മളിങ്ങനെ നനഞ്ഞ വിറകൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ നമ്മളിതാ ഇങ്ങനെ എടുത്ത് ആ സൈഡിലൊക്കെ വെക്കും കേട്ടോ. ഈ പാചകത്തിൻ്റെ സൈഡിലൊക്കെ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ എൻ്റെ അമ്മുമ്മ പണ്ട് ഇതുപോലൊരു അബദ്ധം കാണിച്ചതാണ്. ഞങ്ങളുടെ വീട് ഫുള്ള് തീ പിടിച്ച് പോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളല്ല, ഞങ്ങളുടെ അടുക്കള ഭാഗം മൊത്തം. കാരണം ഞാൻ നിങ്ങളോട് പണ്ടല്ല കുറേ നാൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അടുക്കളയില്ലായിരുന്നു, ചരിപ്പായിരുന്നു കേട്ടോ. അന്നേരം എനിക്കൊരറിവായപ്പോഴത്തേക്കിന് എനിക്ക് ആ ചരിപ്പ് കാണുമ്പം എനിക്ക് തോന്നും, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ. അന്നേരം ഞാൻ വിചാരിക്കുകയോ എനിക്ക് മാത്രം അടുക്കളയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? അറുത്ത കട്ടകൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും വല്യമ്മയും കൂടെയൊക്കെയാണ് കട്ട അറുത്തത്. അന്നേരം ആ കട്ടകളെല്ലാം കൂടെ പറക്കി വെച്ച് ഞാൻ തന്നെ കെട്ടി. ഞാൻ എൻ്റെ ഒരു മുറച്ചെറുക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അവനെ ഞാൻ വിളിച്ചായിരുന്നെടാ ഒന്ന് കെട്ടിത്തടാന്ന്. അവൻ ഒറ്റ ഒരു കട്ട എടുത്ത് വെച്ചിട്ട് അവൻ്റെ പാട് നോക്കി പോയി കേട്ടോ. അവൻ കെട്ടിത്തന്നില്ല. പിന്നെ ഞാൻ തന്നെയാണ് ആ കട്ട ഫുള്ള് ഞാൻ കെട്ടി. ചെറിയ വളവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു. അങ്ങനെ കട്ട ഫുള്ള് കെട്ടി. പിന്നെ ഈ പാചകം ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഇങ്ങനെ പാചകത്തിൽ ഇങ്ങനെ നിന്ന് പാചകം ചെയ്യാനൊക്കെ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാനും അമ്മൂമ്മയും കൂടെ, അമ്മൂമ്മയ്ക്ക് എന്നാ ആവുന്ന സമയമായിരുന്നല്ലോ, നമ്മുടെ അമ്മ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അന്നേരം അമ്മ ചോദിച്ചു എന്തുവാടിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് പാചകം കെട്ടാന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ എന്ത് പൊട്ടത്തരത്തിന് എൻ്റെ അമ്മൂമ്മ കൂട്ട് നിൽക്കും കേട്ടോ. അന്നേരം അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. എങ്ങനെ ഏതാ ഒന്നൊന്നും എന്നോട് ചോദിച്ചില്ല. അന്നേരം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? കാട്ടുകല്ലുണ്ടല്ലോ, കാട്ടുകല്ലെല്ലാം കൂടെ പറക്കി നമ്മുടെ ഇങ്ങനെ എനിക്ക് എത്രയും ഭാഗമാണോ പാചകം പോലെ വേണ്ടത് അതുപോലെ ഇങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ടീ പോലൊക്കെ വെച്ച്, ടീ പോലെ അല്ല ഇങ്ങനെ ഷേപ്പ് പറയുന്നത് എനിക്കറിയത്തില്ല. കാരണം ഒരു സൈഡ് ഭിത്തി ഉണ്ടല്ലോ, അന്ന് ഇങ്ങനെ നമ്മൾ ബാക്കി ഭിത്തി വേണ്ടല്ലോ, ഒരു സൈഡ് ഭിത്തി വേണ്ട. അതിന് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ 3 ലൈൻ പോലെ ഇങ്ങനെ വെച്ചിട്ട് കല്ല് വെച്ച് പെയ്യെ കെട്ടി ആ കെട്ടുന്നതനുസരിച്ച് മണ്ണിട്ട് എന്തുവേണ്ടി മണ്ണ് ഞങ്ങൾ ചുമ്മിന്നറിയാമോ ഞാനും എൻ്റെ അമ്മൂമ്മയും കൂടെ. കാരണം അത്രയും ഹൈറ്റിൽ വേണ്ടേ. കാരണം അകം പൊള്ളയില്ലല്ലോ, നമുക്ക് അത്രയും പൊള്ളയാക്കാനായിട്ട് ഒക്കത്തില്ല. കാരണം സിമെൻറ്റും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ മണ്ണും ചെടിയും വെച്ച് തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ ഞാനത് സത്യം ഏകദേശം ഒരു 3-4 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു കേട്ടോ എൻ്റെ അമ്മൂമ്മയുടെയും കൂടെ ആ പാചകം. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് ഒരു അഭിമാനമൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് റെഡിയാക്കി എടുത്ത എൻ്റെ അടുക്കളയാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എന്നിട്ട് ആ സൈഡിൽ ഞാൻ വിറക് ഇടുമായിരുന്നു. എന്നിട്ട് എന്താ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് മറച്ചിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആ സൈഡെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ മറക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ കടയിൽ ഇങ്ങനെ ജോലിക്കൊക്കെ പോകുമായിരുന്നു. ഏത് ക്ലാസ്സിലാണെന്നറിയാമോ? 7-ാം ക്ലാസ്സിലെ പരിപാടിയാണിതെല്ലാം. 7ഉം 8ഉം ഒക്കെ ആയ സമയത്ത് പരിപാടികളാണിതെല്ലാം കേട്ടോ. അന്നേരം ഞാൻ തന്നെ അത് പ്ലാസ്റ്റിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കെട്ടി സൂപ്പറാക്കി. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ
ഒരു വാതിൽ വരെ ഉണ്ടാക്കി കേട്ടോ. വാതിലെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഷീറ്റ് ഉണ്ടല്ലോ, തകര ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുറുകിന് 2-3 കമ്പ് വെച്ച് അടിച്ച് വാതിൽ പോലൊക്കെ ആക്കി ഇങ്ങനെ എടുത്ത് വെക്കാനേ ഒക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ സെറ്റാക്കി എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തറയിൽ ഞാൻ ചാണകമൊക്കെ മെഴുകി അടിപൊളിയാക്കി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എനിക്കിങ്ങനെ എൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ അങ്ങനെ കഥയിൽ നിന്ന് നമ്മൾ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ഇതാണ് ചോറ് വിളമ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മെയിൻ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടന് ഫുഡ് കൊടുത്തു വിടണം. അന്നേരം അതിനായിട്ട് നമ്മൾ ചോറൊക്കെ എടുത്ത് കൊടുത്തു വിടാനായിട്ട് തന്നെ ഇങ്ങനെ എല്ലാം പറക്കിയിട്ട് ചോറ് വിളമ്പി വെച്ച് കേട്ടോ. എനിക്കന്നിങ്ങനെ പൊതിയൊക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമുക്ക് പൊതിയായിട്ട് വാഴയിലൊക്കെ ഉണ്ടെങ്കിലും പേപ്പറില്ല കേസ്. നമ്മൾ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ലല്ലോ, അതുകൊണ്ട് പേപ്പറില്ല. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കൊടുത്തു വിടുന്നത്. അങ്ങനെ പൊതിയൊക്കെ കെട്ടി എന്നിട്ട് തന്നെ ഏട്ടൻ പോകുവാണ് കേട്ടോ. അന്നേരം ഞാൻ ഉണ്ണിയപ്പവും കൊണ്ട് ഞാൻ അവിടെ വന്നിരിക്കണം ഏട്ടൻ പോകുന്നത് നോക്കാനായിട്ടേ. അന്നേരം അമ്മയും വിച്ചുമോനും കൂടെ അവിടെ പോയി നിൽക്കുകയാണ്. അങ്ങനെ വിച്ചുമോൻ ടാറ്റയൊക്കെ കൊടുത്ത് വിട്ട് ഒരു കരച്ചിലോ അലർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ചു കേട്ടോ. കാരണം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകണമല്ലോ, അതിനായിട്ട് നമ്മൾ രാവിലെ നേരത്തെ ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കിയായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അന്നേരത്തേക്കും എല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെയും നമ്മുടെ റൂമിനകത്ത് ഫാനിൻ്റെ മൂട്ടിലൊക്കെ വെച്ചത് ഒരു വിധത്തിൽ ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ണിയപ്പം ഒട്ടിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ഞാൻ കവറിനകത്ത് ഒട്ടിച്ചങ്ങ് വെച്ച് കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത്തവണ സ്റ്റിക്കർ ഒട്ടിച്ചങ്ങ് വെച്ചു. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും എല്ലാം റെഡിയാക്കുവാണ് കേട്ടോ. ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കുവാണ്. നമുക്ക് കടയിലൊക്കെ കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ 15 കവർ ഉണ്ണിയപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നും കിടന്നും നടന്നുമൊക്കെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു വരുമാനം വേണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം, അല്ലാതെ വല്ല ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയുവാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കണ്ട് ആ കട്ടിലിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മളെ മാമനാണ് കേട്ടോ. വാസുമാമൻ കിടന്ന് നല്ല ഉറക്കമാണ്. മാമനിപ്പം നടക്കുന്നത് കേട്ടോ. അതായത് വീട്ടിലാണ് കിടക്കുന്നത്. മാമി ജോലിക്ക് പോയേക്കാണ് കേട്ടോ. അതുകൊണ്ട് മാമൻ വെറുതെ ഒറ്റയ്ക്ക് വീട്ടിൽ പോയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൂടാണ് കേട്ടോ. പിന്നെ ഞങ്ങളും അങ്ങനെ വിടാറില്ല. പിന്നെ മാമ ഉണ്ടെങ്കിൽ ഒരു ചുമ്മാ നമുക്ക് കാര്യം എൻ്റെ മെയിനായിട്ട് അമ്മയ്ക്ക് തന്നെ കേട്ടോ. അമ്മയുടെ ആങ്ങളെയാണ്. അങ്ങനെ അതുകൊണ്ട് അമ്മയ്ക്ക് കാര്യമൊക്കെ പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊരു ഇതാണ് അമ്മയ്ക്കും കേട്ടോ. അമ്മയുടെ കൂടെയാണ് താഴെ ഞങ്ങളുടെ അമ്മ വൈകിട്ട് താഴെ നാത്തൂൻ്റെ വീട്ടിൽ ഇറങ്ങിപ്പോവും. അന്നേരം അവിടുന്ന് കയറി വരുമ്പോൾ അമ്മയ്ക്കൊരു കൂട്ടൊക്കെയാണ് കേട്ടോ മാമൻ. നേരത്തെ ഭയങ്കര അലമ്പായിരുന്നു. ഇപ്പോഴും അലമ്പിന് കുറവൊന്നും ഇല്ലെങ്കിലും നേരത്തെ അത്രയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര വെള്ളവടിയൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ ഇപ്പോൾ ഡീസൻ്റായി കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോന്നു. ഞാൻ നാട്ടി ഇതെന്തോ ഈ പറക്കി തിന്നതെന്ന് വെച്ചാൽ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മുരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അത് മാത്രമല്ല ഞാൻ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ അമ്പലത്തിൽ പോകുമ്പോൾ വരുന്നത് തിന്നിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ണിയപ്പം കഴിക്കാറുന്നത്. എന്നിട്ടും എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേസ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്തു നിന്നാണ്ട് അതെല്ലാം പറക്കി തിന്നുവാണ് കേട്ടോ. പിന്നെ അമ്പലത്തിലോട്ട് പോവാ. 9 മണിക്ക് അമ്പലത്തിൽ പോകുന്നേ. രേഷ്മയാണ് എൻ്റെ കൂടെ. ഞാൻ നമ്മുടെ രേഷ്മയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. അവളും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് മാത്രമല്ല അവളും ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന അവൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞങ്ങൾ മേളിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവളെയും കൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോവാണ്. അമ്പലത്തിൽ കയറിയിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ, ഉണ്ണിയപ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനേ. അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് നേരെ നമ്മൾ കവല അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ വന്നിട്ട് നമ്മൾ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് തന്നെ പായസം കഴിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ പായസം അവനും കൊടുത്തു, ഞാനും കഴിച്ചു. രേഷ്മയ്ക്കും കൊടുത്തു കേട്ടോ. ഈ കൊടുക്കുന്നത് അവൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനും കഴിച്ചു കേട്ടോ. ഇത് നല്ല പായസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മധുരം വലുതായിട്ടില്ല, അതുകൊണ്ടാണ് വിച്ചുവും കഴിക്കുന്നത്. വിച്ചുവിന് ഇങ്ങനെ മധുരം ഒരുപാട് മധുരം ഇങ്ങനെ കുത്തുന്ന മധുരം അവനും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും പായസമൊക്കെ കഴിച്ച് ഞാൻ ചുമ്മാ 3-4 വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ.
എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. നിങ്ങൾ ശരിക്കും തിരിച്ച് വീട്ടിൽ പോകാൻ നല്ല കേസ് നമ്മൾ ഉണ്ണിയപ്പം കൊടുക്കാൻ പോകണം. അങ്ങനെ നമ്മൾ ആദ്യത്തെ കടയിൽ വന്ന് അവിടെ വന്നപ്പോൾ തന്നെ വിറ്റുമ്പോന്നുണ്ട് അവിടെ ഇരുന്ന ഫ്രൂട്ടിയുടെ കുപ്പിക്കകത്ത് കാണിച്ചിട്ട് അത് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അത് തീർന്നപ്പോൾ അടുത്ത് പിന്നെയും വേണമെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഭാഗ്യത്തിന് ബസ് വന്ന് പിന്നെ അവിടെ പോയിട്ട് നേരെ വേറെ കടയിൽ പോയി. അവിടുന്ന് പിന്നെ നമ്മൾ വന്ന് നമ്മുടെ സാമിക്കടയാണ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത്, മറ്റടുത്ത് വീഡിയോ എടുത്തില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് വേറെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോവാണ് കേട്ടോ, വീട്ടിലോട്ട് പോവാണ്. അന്നേരം ഇത്രയുള്ളായിരുന്നു ഇന്ന് നമ്മളെ കർക്കിടകം 1 നമ്മുടെ പരിപാടികൾ. അല്ലാതെ വേറെ സ്പെഷ്യലായിട്ട് വേറെ പരിപാടികൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അയ്യോ സത്യം പറഞ്ഞാൽ ഒരൊന്നൊന്നര പോക്കായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഈ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ടാണ് കേട്ടോ. അല്ല നമ്മൾ അമ്പലത്തിൽ മാത്രം പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഇത് വരത്തില്ല. നമ്മൾ പിന്നെ നേരെ അമ്പലത്തിൽ പോയി. ഇതെൻ്റെ കുറച്ച് ഷോയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എനിക്ക് ഇങ്ങനെ ആക്കിയാൽ കൊള്ളാമോ, ഈ പോസ് കൊള്ളാമോ, ഈ നോട്ടം കൊള്ളാമോ, ഈ ആട്ടം കൊള്ളാമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ എൻ്റെ കാര്യം. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഇതാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയതെന്ന്. അതുകൊണ്ട് വന്ന ഉടനെ എടുത്ത് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. എല്ലാം ഒരു മഞ്ഞമയമല്ലേ. പച്ചക്കറി ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, കോവയ്ക്ക വറുത്തതുണ്ടായിരുന്നു, ഉണക്കമീനും ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ച് വിച്ചുമോനും ഇടയ്ക്ക് ചോറൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് അവൻ കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് ദാണ്ട് ഈ പിക്കാച്ച് കണ്ടോ, ഇതിനെ നമ്മൾ വാങ്ങിച്ചതാണ്. ഞാൻ ഇവനും പവിക്കും കൂടെ വാങ്ങിച്ചത് 2 എണ്ണം. ഇതിനെ ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഞാൻ കണ്ട കുറേ കാർട്ടൂൺസൊക്കെ ഓർമ്മ വന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ച്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കാണുമോ എന്താ ആർക്കറിയാം. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓർമ്മ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു, ഓർമ്മ അനങ്ങുന്നേ ഇല്ലായിരുന്നു. എന്നാലും ഇതിനകത്തില്ല ജെയിംസ് കണക്കത്തെ മിഠായിയാണ്. മുത്തൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ പിള്ളേരെ പറ്റിക്കാനായിട്ട് ഇതൊക്കെ മതിയല്ലോ. അന്നേരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഏട്ടൻ വന്നപ്പോഴത്തേക്കിന് നമുക്കണ്ട ഏട്ടനല്ല, ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ കേക്ക് ഞാൻ ആ സാമിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.